ഹലോ ഓൾ. ഇൻസ്റ്റ തുറന്നപ്പോൾ മൊത്തം ഇപ്പോൾ കാണുന്നത് ഹരിഹർ ഫോർട്ടിൻ്റെ റീൽസാണ്. അപ്പോൾ ലെറ്റ്സ് ഗോ ടു വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ട്രക്ക് ഇൻ മഹാരാഷ്ട്ര. അതെ, ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഹരിഹർ ഫോർട്ടിലേക്കാണ്. ഇത് നാസിക്കിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. മഹാരാഷ്ട്രയിലെ കുറേ ഡേഞ്ചറസ് ആയിട്ടുള്ള ട്രക്കിങ്ങുകളുണ്ട്. അതിലൊന്നാണ് ഹരിഹർ ഫോർട്ട് എന്ന് പറയുന്നത്. കാരണം ഇത് 80 ഡിഗ്രി വേർട്ടിക്കലി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു ഫോർട്ടാണ്. ഹരിഹർ ഫോർട്ടിലേക്ക് പോകാൻ ഏറ്റവും നല്ല ക്ലൈമറ്റ് എന്ന് പറയുന്നത് മൺസൂൺ തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ചെറിയൊരു മഴയും ഭയങ്കര തണുപ്പായിട്ട് നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു. നമ്മളവിടെ പോകുമ്പോൾ അതിൻ്റെ അടിഭാഗത്ത് നമുക്ക് റേഞ്ച് കിട്ടില്ല. ആൻഡ് നമുക്കവിടെ ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ പൈസയും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളുടെ കയ്യിൽ ഗൂഗിൾ പേ ആയിരുന്നു. ഈ ടിക്കറ്റ് കൗണ്ടറിൽ നമ്മൾ പൈസ കൊടുക്കണം. പക്ഷേ ഞങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഗൂഗിൾ പേ ചെയ്യാനാണെങ്കിൽ അടിയിൽ റേഞ്ച് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊക്കെ പോകുമ്പോൾ പൈസ കൊണ്ട് പോവുക. നിങ്ങൾ പൈസ കൊടുക്കാതെയാണ് അതിൻ്റെ മേലേക്ക് കയറിയത്. ഇത്രയും നമ്മൾ യാത്ര ചെയ്ത് വരണം. അടിയിൽ നിന്ന് ഏകദേശം ഒരു 4-5 കിലോമീറ്റർ ഇങ്ങനെ ബൈക്കിൽ വന്നതിന് ശേഷമാണ് നമുക്ക് ഇവിടേക്ക് കയറാൻ പോവുക. രാവിലെ വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ അപ്പോൾ തിരക്ക് കുറവായിരിക്കും. ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആ ടൈം ആകുമ്പോഴാണ് ഈ ഹരിഹർ ഫോർട്ടിൽ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ നമുക്ക് ഇറങ്ങാൻ തന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കണം. കാരണം എന്ന് വെച്ചാൽ കയറുന്ന ആൾക്കാർ തിരക്ക് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇൻസ്റ്റയിലൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചത് ഡയറക്റ്റ് പോവുക, വണ്ടി വെക്കുക, ഫോർട്ട് കയറി ഇറങ്ങി വരിക എന്നാണ്. അവിടേക്ക് ട്രെക്ക് ചെയ്ത് പോകണം എന്നുള്ള കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെ എത്തിയപ്പോഴാണ് എനിക്കത് മനസ്സിലായിട്ടോ. അവിടെ നമ്മൾ ഏകദേശം ഒരു 2-3 മണിക്കൂർ ട്രെക്ക് ചെയ്ത് പോയതിന് ശേഷമാണ് നമ്മൾ ആ ടോപ്പിക്ക് എത്തുള്ളൂ. അതിന് ശേഷമാണ് നമുക്ക് ഫോർട്ട് കയറാൻ പറ്റുള്ളൂ. ഞങ്ങൾ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. പക്ഷേ അത് നല്ലതായിരുന്നു. നമുക്ക് ഡിസ്റ്റർബ് ചെയ്യുന്ന തരത്തിൽ നല്ല മഴയൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല ട്രെക്കിംഗ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ റെയിൻ കോട്ട് ഇട്ടിട്ടാണ് കയറുന്നത്. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ആകെ നനയും. ഞങ്ങളെങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ കുറച്ച് കയറും, പിന്നെ കുറേ ഇങ്ങനെ ഓരോ ചെറിയ ഇരിക്കാൻ പറ്റിയ പോലത്തെ സ്ഥലങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. അവിടെ ഇരിക്കും, പിന്നെ വീണ്ടും കുറച്ച് നേരം കയറും, ഇരിക്കും. അങ്ങനെയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ഒന്നും ചെയ്യാത്ത കാരണം നമുക്ക് കയറും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ബ്രീത്തിങ്ങിന് കുറച്ച് പ്രോബ്ലം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ എൻജോയ് ചെയ്ത് കയറുകയായിരുന്നു ചെയ്ത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ചെറുതായിരിക്കുമ്പോഴൊന്നും അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. എന്നോട് ട്രാവൽ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് വണ്ടർലയിൽ പോകണമെന്ന്. ഞാൻ വിചാരിച്ചത് അതായിരുന്നു ട്രാവലിംഗ് എന്നാണ്. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ആളുകൾ എന്തിനീ കാടും മലയൊക്കെ കയറി പോണ്. പിന്നെ എനിക്ക് മനസ്സിലായത് ഇതൊക്കെ കയറുമ്പോൾ നമുക്ക് എന്തോ ഒരു ഇന്നർ പീസ് കിട്ടണു. അതുകൊണ്ടാണ് നമ്മൾ പോകുന്നതെന്ന് നമ്മൾ കുറച്ച് വലുതായപ്പോഴാണ് മനസ്സിലായത്. പലരുടെയും പോയിൻ്റ് ഓഫ് വ്യൂ വേറെ വേറെ ആവട്ടെ. എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ പാർട്ട്ണറുടെ കൂടെ ട്രാവൽ ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. അതാണ് ഞാൻ കംഫർട്ടബിൾ ആയിട്ടുള്ളതും അതിലാണ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളതും. പലർക്കും പലതായിരിക്കും. ഞാൻ ആക്ച്വലി മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയ്ക്കും ട്രാവൽ എൻജോയ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ഇപ്പോൾ ഈ കാണുന്ന ഹരിഹർ ഫോർട്ടിലേക്ക് പോകുന്നത് ഞാൻ ജീവിതത്തിൽ പോകുന്നേ വിചാരിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഏറ്റവും പേടിയുള്ള ഒരാളാണ് ഞാനെന്ന് പറയണത്. എനിക്ക് അത്രയും പേടിയാണ് ഹൈറ്റ് എന്ന് പറയുന്നത്. ഈവൻ എന്താ പറയുക, ഈ ജൈൻറ്റ് വീൽ പോലും കയറാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്നിട്ട് പോലും ഞാനിത് കയറിയില്ലോ എന്ന് ചോദിച്ചിട്ട് എനിക്ക് ചിലപ്പോൾ ഇതൊരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ എനിക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രൗഡാണ്. കാരണം എന്ന് വെച്ചാൽ ഈ 80 ഡിഗ്രി വേർട്ടിക്കലി വൺ ഓഫ് ദ മോസ്റ്റ് ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ട്രക്ക് ഞാൻ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്കത് ഭയങ്കര പ്രൗഡായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത്. ഇത്രയും പേടിയുള്ള എനിക്ക് ചെയ്യാമെന്ന് വെച്ചാൽ ഇത് ആർക്ക് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. പേടി കൊണ്ട് ഒരിക്കലും ഇത് കയറാണ്ടിരിക്കരുത്. കാരണം വെച്ചാൽ നമുക്ക് അവിടെ എത്തുമ്പോൾ അത്രയ്ക്ക് പേടിയൊന്നും തോന്നില്ല.
2 किलोमीटर എൻ്റെ പ്യൂമയുടെ ഷൂ ചളിയായി 4000 രൂപ കൊടുത്തിട്ട് കിട്ടുവാൻ അല്ല വെള്ള ഷൂ ഓഫറിൽ കിട്ടിയതല്ലേ. വൈറ്റ് ഷൂ ഇപ്പോൾ നല്ല എന്ത് കളറിൽ നല്ല ചോരയുടെ കളറായി ചോരയുടെ കളർ ഓറഞ്ച്. ചോരയുടെ കളറിനിപ്പോൾ മഴ പെയ്യണ്ടല്ലോ അപ്പം ഓറഞ്ചായി. ഒന്നും അറിയില്ല. അവിടെ നിന്ന് കണ്ടോ, അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് ആ ഗ്യാപ്പില്. അവിടേക്കാണ് ഞാൻ തന്നെ 2 ഒരു കക്കോസ് പോലെ സാധനം കണ്ടില്ലേ ടേണ്, അതിൽ 2 ആൾക്കാരൊക്കെ ഉണ്ട്. അവരൊക്കെ അവിടെ എത്തി തോന്നിട്ട് വന്നേ. നമ്മളെ ഏറ്റവും അധികം വന്ന് നമ്മളെ ഏറ്റവും ലാസ്റ്റായി. ഞാൻ അമ്മണിക്കൊരു ഉഷാറില്ലാത്തറിനാ ഉഷാർന്ന് കാണിച്ച അമ്മണിയെ. പിന്നെ അറക്കത്ത് ചെയ്യുന്നുണ്ടാവും. നമുക്ക് വന്നിട്ട് ഈ വഴിയും പോകണം. ദീദിക്ക് ഇത്ര ദൂരം ശരിയാ കേട്ടോ. അതാ അതിൻ്റെ ഉള്ളിൽ കൂടെ പിന്നെ ഭ്രാന്തില്ലൂടെ ഇത് താമസിക്കാണ്ടല്ലോ ഇവിടെ. ഇത്ര ദൂരം തന്നെ കയറി വരണ്ട ഉള്ളി സാധനം കൊണ്ടിട്ട് അതിനുള്ള കാശ് വാങ്ങണ്ടാവും ഇവിടെ നിന്ന്. ഇങ്ങനെ ചെയ്യുന്നൊരു കുഴപ്പമില്ലേ, കഷ്ടപ്പാടുണ്ടെന്ന് നിൽക്കുക. മറ്റേതെന്തുണ്ട് അമ്മണിക്കുട്ടി കൂട്ടാപ്പൊന്ന് ഇരിച്ചാലും നമുക്ക് ഉമ്മ തുപ്പളം തൊട്ട് ചെയ്തിട്ടുണ്ട് വരും. നടക്ക്, ഞാൻ നടക്കാം. പിടിച്ചോന്നോ വെള്ളം നോക്കി തന്നോ നല്ലത്. ഇതുമ്മ വെള്ളം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. ക്യാമറ വെറുതെ ഫ്രണ്ടിൽ വെറുതെ ഉണ്ടാക്കിയാൽ മതി. ഇതാണോ? Yeah, it's an awesome climate and very nice weather. And how you feel? कुछ आपको बहुत अच्छा लगती है आपको? And why you are taking this water bottle? We can make something. We need to make anything enjoyable. So I am talking like this. So he couldn't understand, and we will make it very nice. What? I am a foreigner, so I couldn't understand your Hindi and your Malayalam. What is mulla? ഇപ്പൊ മനസ്സിലായി, തലയിൽ തട്ടിപ്പോ. അതെ. Narrow roads with stones, bada stones, and that is my husband. His name is Pinky. Hey Pinky. Oh, there is a small shop. I think it's a tea shop. I'm right? It's a tea shop, yes. Which type of we will get from the... Hey Suto. Hey Pinky. Wow, very nice weather and nice place. Oh, this place is known as Harikol Kach. And സംസാരിക്കാൻ വയ്യ guys. Yes, and he's not ready to take pictures because he's saying that it took time and we will go up outside. And this is a very nice place. And what is the name of this place? This is Harihar Road. No, this is not a road. Chelium Kallula Salam. With chalies and stones. ശരിക്കും എന്താ പറയാ, മഡ് എന്ന് പറഞ്ഞാൽ എന്താ? മഡ് മണ്ണല്ലേ, മഡ് ചെളിയല്ലേ? ഇതേതാ വഴി? ഓ, നമുക്ക് അവിടെ എത്തണം ഗൈസ്. അവിടെ കാണുന്നുണ്ടോ നിങ്ങൾ? അവിടെ എത്തണം. ഇത് അത്ര ദൂരമൊന്നുമില്ല ഗൈസ്, ഒരു 4 മണിക്കൂർ. 10 മിനിറ്റ് അല്ല, 10 മണിക്കൂർ. ഇതൊരു തരിശു ഭൂമിയാണ്. ദാടാ വഴി. നോട്ട് ദിസ് വഴി, ദാറ്റ് വഴി. അവരൊക്കെ ഈ വഴി കൂടില്ല കയറി. പറഞ്ഞില്ലേ 2-3 വഴിയുണ്ട് കയറാനുള്ളത് ഗൈസ്. ഇതിൽ കൂടെയാണ് പോകേണ്ടത്. ഐ തിങ്ക് ഇത് കൂടെയാണെന്ന്. ആരെ ഏത് വഴി വരണം? Yes, of course. This way. ഇങ്ങനെ പ്ലാസ്റ്റിക് ഒന്നും ഇടരുത്. യെസ്,
ഫുള്ള് ബോട്ടിലൊക്കെ ഇവിടത്തേക്കാണ്. നിൻ്റെ ക്യാമറയിൽ ഫുള്ള് വെള്ളമുണ്ട്. ഓക്കെ ഓക്കെ, അതാണ് ഫോഗ്. അതിങ്ങനെ പോവാന്നാണ് പറയാൻ പറഞ്ഞേ. നിൽക്കണില്ല, നോക്കണില്ല, തിക്കണില്ല, തിരക്കണില്ല. നിൻ്റെ മൂഡ് മാത്രമാണ് ഇതിൽ കാണുന്നത്. മൂഡ് കാണിക്കുന്ന വ്ളോഗാണോ ഇത്? ദിസ് ഇസ് മൂഡ് ആൻഡ് വ്ളോഗ്. അതെൻ്റെ മൂഡ് ആൻഡ് വ്ളോഗ്. അമ്മേ, ഇതൊക്കെ കയറുമ്പോൾ കുറച്ച് വീട്ടിൽ നിന്ന് കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് കഴിയില്ല. അതെ. ആ ആ ആ, ഇതല്ല തോന്നുന്നു വഴി. എൻ്റെ ഷോ നോണെങ്കിൽ ഇപ്പുണ്ടറാ. ഫുള്ള് വെള്ളാട്ടെ ക്യാമറയില്ലേ. കയറി കയറി മേലെ എത്തും തോറും നല്ല കാറ്റ് കൂടുന്നുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ബ്രീത്ത് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മേലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോഴും ഇങ്ങനത്തെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട് കേട്ടോ. ഇവിടുന്ന് ഞങ്ങളൊരു മാഗി കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനത്തെ കുറേ ചെറിയ കടകളിൽ മാഗി, ബിസ്ക്കറ്റ്, ചായ, കോണ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അവർ വെച്ചിട്ടുണ്ട്. അവരെയൊക്കെ സമ്മതിക്കണം. കാരണം എന്ന് വെച്ചാൽ ഇത്രയും ദൂരം നടന്ന് കയറി സാധനങ്ങൾ കൊണ്ടുവരണമല്ലോ. അങ്ങനെയാണ് അവർ കച്ചവടം ചെയ്യുന്നത്. എന്ന് വെച്ചിട്ട് അവർ അതിന് ഓവർ റേറ്റ് ഒന്നും വാങ്ങണില്ല കേട്ടോ. നോക്കിയാ മുകളിലൊക്കെ നടക്കാൻ കൊടുത്ത് അതിനെ തീരെ കണ്ടു നോക്കിട്ടാ പേടിക്കണ്ട. അങ്ങനെ നമ്മളിതാ കയറേണ്ട സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നോടിപ്പോൾ പറയണത് എന്താണെന്ന് വെച്ചാൽ കുരങ്ങന്മാരൊക്കെ വരുന്നുണ്ടാവും, പേടിക്കണ്ടെന്നാണ് പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡോ ബാഗോ ഒക്കെ കണ്ടാൽ അവർ അത് നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ടെൻഡൻസി ഉണ്ടാവും അവർക്ക്. അപ്പോൾ നമ്മൾ ഒന്നും കൊടുക്കാണ്ടിരിക്കുകയാണ്, അതാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്ന് വെച്ചാൽ ഒരു വട്ടം കൊടുത്താൽ നമ്മളെ അറ്റാക്ക് ചെയ്യുമെന്നാണ് പറയണത്. അവിടുത്തെ സെക്യൂരിറ്റീസ് പറഞ്ഞതാണ് കേട്ടോ ഇത് നമ്മളുടെ അടുത്ത്. അതുപോലെ തന്നെ ഹരിഹർ ഫോർട്ട് 9 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കയറാൻ പറ്റില്ല കേട്ടോ. 9 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് മാത്രമേ ഇവിടെ കയറാൻ പെർമിഷൻ ഉള്ളൂ. ഞങ്ങൾ വരുമ്പോഴേക്കും കുറേ പേരൊക്കെ കണ്ടിട്ട് ഇറങ്ങി പോണവരുണ്ട്, പിന്നെ പകുതി പേടിച്ചിറങ്ങി പോണവരൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിത് കയറുമ്പോൾ അത്ര വലിയ പേടിയൊന്നും തോന്നിയില്ല കേട്ടോ. കയറുമ്പോൾ അങ്ങനെ സ്മൂത്തായിട്ട് കയറി പോവുകയാണ് ചെയ്തത്. എനിക്ക് പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഏറ്റവും മേലെത്തി ഒന്ന് തിരിച്ച് നോക്കിയപ്പോൾ കുറച്ച് പേടിയൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഇത് ഇറങ്ങണ്ടേ എന്നുള്ളൊരു പേടി കേട്ടോ. ഞങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. കാരണം വെച്ചാൽ ഭയങ്കര കാറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കാറ്റൊന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അതാണ് ഇങ്ങനെ എല്ലാവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊപ്പിയും കാര്യങ്ങളൊക്കെ പറന്ന് പോകണൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കാറ്റൊന്ന് കുറഞ്ഞിട്ട് കയറാന്ന് വെച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇറങ്ങിക്കോട്ടെ. ആ ഇത് എത്താൻ കുറച്ചുള്ളതുണ്ടോ? ഏയ് ഇതൊന്നും കല്ല. നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേരൊക്കെ അങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ആകെ 1-2 പേരൊക്കെ ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ ഇറങ്ങണ സമയത്ത് കുറേ അധികം പേര് കയറാനുണ്ടായിരുന്നു കേട്ടോ. അതാണ് പറഞ്ഞ് കുറച്ചൊന്ന് നേരത്തെ പോയാൽ നല്ലതായിരിക്കുന്നത്.
അതേപോലെ ഈ സൈഡിലൊക്കെ കുറേ കുരങ്ങന്മാരുണ്ടായിരിക്കും. നമ്മൾ പേടിക്കാണ്ടിരുന്നാൽ മതി, അവറ്റങ്ങളൊന്നും ചെയ്യൊന്നുമില്ല കേട്ടോ. അതേപോലെ നമ്മൾ ഫുഡും കാര്യങ്ങളൊന്നും ഇരുന്നാൽ മതി. അതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ഓരോ സ്റ്റെപ്പിലും നമുക്ക് അതേപോലെ പിടിക്കാൻ വേണ്ടി ഗ്രിപ്പൊക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇങ്ങനെ ഒരു കുഴി പോലത്തെ സംഭവങ്ങൾ പിടിച്ച് കയറാൻ നമുക്കുണ്ട് കേട്ടോ. അത് കാരണം കുറച്ചും കൂടി ഈസിയാണ് കയറാൻ. അതേപോലെ ഇറങ്ങുമ്പോഴും കയറിയ ആ പൊസിഷനിലാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷേ ബാക്കി കുറേ ആൾക്കാരൊക്കെ നോർമലി തിരിഞ്ഞിറങ്ങിയിട്ടുണ്ടായിരുന്നു. അവർക്കൊന്നും ഒരു പേടി ഞാൻ കണ്ടില്ല. ഞാൻ പക്ഷേ ഇങ്ങനെ തന്നെയാണ് ഇറങ്ങിയത്. കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് പേടിയുള്ളതുകൊണ്ട് തന്നെ ഇറങ്ങുമ്പോൾ മാത്രം. ഗൂഗിൾ ഇതൊക്കെ ഇപ്പോൾ കണ്ടത് ഇതിൽ ഏകദേശം 200ഓളം സ്റ്റെപ്പ് ഉണ്ട് എന്നാണ് കേട്ടോ. പക്ഷെ കയറുമ്പോൾ ഇത്ര അധികം ഒന്നും ഉണ്ടെന്ന് തോന്നിയില്ല. ആ സ്റ്റാർട്ടിങ് പോയിന്റ് മുതൽ ആ എൻഡിങ് വരെ കയറാൻ അത്ര അധികം ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറേ വീണ്ടും ട്രെക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ടെൻ്റ് അടിച്ച് വന്ന് കിടക്കാൻ പറ്റുകയാണെങ്കിൽ ഇവിടെ കിടക്കാൻ പറ്റുമെന്നാണ് കേട്ടോ പറഞ്ഞത്. കാരണം എന്ന് വെച്ചാൽ വൈകിട്ട് വരുന്നവരൊക്കെയാണെന്ന് വെച്ചാൽ കയറിയിട്ട് പിന്നെ ഇറങ്ങുമ്പോൾ രാത്രി ആവുമല്ലോ, അപ്പോൾ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ ടെൻറ്റ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവിടെ ടെൻ്റ് അടിച്ച് കിടക്കാം. അതിനൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. അതാ ഞങ്ങൾ ആ ടോപ്പിലെത്തിയിട്ടോ. അപ്പോഴാണ് മനസ്സിലായത് ഇതല്ല, ഏറ്റവും ടോപ്പ് കുറച്ചും കൂടി ട്രക്ക് ചെയ്ത് പോയിട്ടാണെന്ന് കേട്ടോ. അവിടുന്ന് പിന്നെ ഒരു 50 മിനിറ്റൊക്കെ ട്രക്ക് ചെയ്ത് പോയിട്ടായിരുന്നു കേട്ടോ ഏറ്റവും എൻഡ് എന്ന് പറയുന്നത്. വീണ്ടും അങ്ങനെ കുറേ കയറിയിട്ട് ഞങ്ങളിതാ ലാസ്റ്റ് വീണ്ടും വേറൊരു കടയിലെത്തിയിട്ടാണ്. ഇത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ശരിക്കും ബോധം പോയി. കാരണം എന്ന് വെച്ചാൽ എങ്ങനെ ഇവർ ഇതിലേക്കൊക്കെ സാധനങ്ങൾ കൊണ്ടുവരണം. നമുക്ക് 2 കൈയും വെച്ച് കയറുമ്പോൾ തന്നെ ഇത്രയ്ക്ക് പേടിയാണ്. പിന്നെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളിവിടുന്ന് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പിന്നെയും പോയിട്ടോ. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ടോപ്പാണ്. അത് കയറാനായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ കാല് ചെറുതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. കാലിന് നീളമുള്ളവർക്കാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. കാലിന് നീളം കുറവാണ്, അതേപോലെ നമ്മൾ പാൻറ്റൊക്കെ ടൈറ്റാണെന്ന് വെച്ചാൽ അത് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചിട്ട് വരികയായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും.
എന്നെ അവിടെ കയറാൻ വേണ്ടിയിട്ട് കുറേ മലയാളികൾ ഉണ്ടായിരുന്നു. അവർ അതിൽ ഒരു ചേട്ടനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ എൻ്റെ കാലിന് കുറച്ച് നീളം കുറവായതുകൊണ്ട് എനിക്ക് കയറുമ്പോൾ കാലെത്തുണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മേലെ നിന്ന് കൈ പിടിച്ച് ഹെൽപ്പ് ചെയ്യായിരുന്നു കേട്ടോ കയറാൻ വേണ്ടിയിട്ട്. ഞാൻ ഒരു ലാസ്റ്റ് പോയിന്റ് എത്തണേക്കാൾ മുന്നുള്ളതാണ് കേട്ടോ ഇത്. ഇവിടെ ഒരു കുളം, അമ്പലം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ചെറിയ ചെറിയ കുളം ആ സൈഡിലുകൾ 2-3 സൈഡുകളിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്പലമൊക്കെ ഉണ്ടായിരുന്നു. കാല് കയറ്റിക്കാൻ വേണ്ടി കാല് കയറ്റി സീന കുറച്ചങ്ങോട്ട് നീക്കി, കുറച്ച് ഈ കാല് കുറച്ചങ്ങോട്ട് നീക്കി, ഈ കാല് കയറ്റി ഉറപ്പാ? ആ കൈ പിടിച്ചോ, ആള് പിടിച്ചോ, മെല്ലെ കയറി മെല്ലെ മെല്ലെ കയറി ഇതൊന്ന് പിടിച്ചേ, ഇത് പിടിച്ചേ. ശിവാജി മഹാരാജ് കി ജയ്. ഇവിടെ വരെ തിരിഞ്ഞത് കയറാണ്ട് പോയി കഴിഞ്ഞാലും വേണ്ടിയാണ്. അതിൽ കൂടെ ഇറങ്ങേണ്ടി വരും, അവിടെ ഇറങ്ങുമ്പോൾ നോക്കി ഇറങ്ങേണ്ടി വരും. ആ മറ്റേ ആള് കയറിക്കോട്ടെ, ഇത് കഴിഞ്ഞു, ലാസ്റ്റാണ്. അതിക്കൂടെ അതിക്കൂടെ ഇതിക്കൂടെ 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 ചോട്ടി കയറിക്കോ. പേടിയുണ്ടാ? മെല്ലെ ഇറന്നാ മതി, ഈ കാല് കൊടുക്കോ. മെല്ലെ മതിട്ടാ, മെല്ലെ അതി ധൃതി കൂട്ടണ്ട. ബ്രോ ഇതൊന്നായിട്ട് കൊടുത്തേ. दिखा रही है 85% चार्जिंग से 360 से क्रेज पकड़ पकड़ हाथ पकड़ रहा है हाथ दबा आंसर क्या है अरे फोटो दी बड़ा गड़कनी. അങ്ങനെ ഞങ്ങൾ ടോപ്പിൽ കുറച്ച് നേരമൊക്കെ ഇരുന്ന് ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത്. കയറുന്നതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇറങ്ങാൻ കുറച്ച് പേടിയാവും, പക്ഷേ ഫാസ്റ്റായിട്ട് അത് തീരും കേട്ടോ. കയറാൻ കുറച്ചും കൂടി നേരെ എടുക്കണ പോലെ തോന്നി കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ ജേണി കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും ഞങ്ങൾ അടിയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സേഫായിട്ട് ഞങ്ങൾ ജേണി കംപ്ലീറ്റ് ചെയ്തു.